Hey guys, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് തമ്പനെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഡേ മൈ ലൈഫ് വീഡിയോ ആണ്. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിന്ന് പാലക്കാട് പോയിട്ട് നമുക്ക് ഒരു എക്സാം ഉണ്ട്. PSC ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. പക്ഷെ എനിക്ക് ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ല. എനിവേ നമ്മൾ പോയിട്ട് അറ്റൻഡ് ചെയ്യുക, എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പോകാമെന്ന് വിചാരിച്ച് ഇന്ന് എങ്ങനെ ലീവ് എടുത്തിരിക്കുകയാണ്. സാറ്റർഡേ ആണ്. എനിവേ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിന്ന് ഉച്ചയ്ക്കാണ് നമുക്ക് എക്സാം വരുന്നത്. രാവിലെ കുറച്ച് സമയമുണ്ടല്ലോ. അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് കൂടെ നടക്കാം. ഉള്ളിൽ എന്തായാലും വേറെ പണിയൊന്നുമില്ല. ഞാൻ ഇതിന് മുമ്പേ ചെയ്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ലായിരുന്നു. നമുക്ക് പുറത്ത് കൂടെ ഇങ്ങനെ നടക്കാം ഇനി ഞാൻ വിചാരിച്ചു. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അയച്ചാൽ ഞാൻ അന്ന് പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സീനിക ഞാൻ കൊണ്ടുവന്ന് കുഴിച്ചിട്ട കാര്യം. അതിനിപ്പോൾ കുറേ കുട്ടികളെങ്ങനെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ മാറ്റി കുഴിച്ചിടാന്ന് വിചാരിച്ചിട്ടാണ്. ഇത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഫ്രണ്ടിൽ കുറച്ച് തണലൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഉണ്ടാവില്ല. കറക്റ്റ് ഫ്രണ്ടിൽ സൈഡിൽ നടാന്ന് വിചാരിച്ചു. നമുക്ക് നമ്മളെ അപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് നേരത്തെ എണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ കുറച്ച് ക്ലിപ്പുകൾ ഇങ്ങനെ എടുത്തു വെച്ചതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻട്രോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ നമ്മളെ ചെറിയ ഗാർഡൻ കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ അവിടെ കുറേ പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ സാധനത്തിൻ്റെ അവിടെ പോയി നോക്കുകയാണ്. അവിടെ പോയിട്ട് എന്തൊക്കെയാണ് എവിടേക്കൊക്കെ മാറ്റി കുഴിച്ചിടാന്നൊക്കെ നോക്കുമായിരുന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഫിക്സ് ചെയ്ത സ്ഥലത്തിൻ്റെ അവിടെ വന്നിട്ട് വേലിച്ചെടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വേലിച്ചെടി ഒന്ന് നമ്മളൊരു മീഡിയം ലെവലിൽ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കും. ആരൊക്കെ വീട്ടിൽ ഇപ്പോഴും ഈ സാധനം ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മളെ ഫ്രണ്ടിൽ വന്നിട്ട് കരിങ്കല്ലിൻ്റെ ആണെങ്കിൽ തന്നെ നമ്മൾ സൈഡിൽ വന്നിട്ട് ഈ ഒരു വേൽച്ചെടീൻ്റെ ഒരു അതിര് പോലെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അത് കാണാനും നമുക്കൊരു രസമാണ്. പിന്നെ ആ ഒരു ശേഷം നമ്മൾ കുഴിച്ചിട്ടാനുള്ള സ്ഥലത്ത് വന്നിട്ട് കൈക്കോട്ട് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് ശരിയാക്കി. അത് കഴിഞ്ഞ ശേഷം നമ്മളവിടെ ഞാനിങ്ങനെ അടുത്തടുത്ത് കുഴിച്ചിട്ടിട്ട് മീൻസ് തിക്കി ആയിട്ട് മീൻസ് അങ്ങനെ വളർത്തൂലേ, അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം. ഇങ്ങനെ വിട്ടിനേക്കാളും എനിക്കിഷ്ടം അതാണ്. അപ്പോൾ അതാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എൻ്റെ ക്യാമറ കൊണ്ട് പല സാധനങ്ങളും നോക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. പിന്നെ ഇത് പറഞ്ഞെങ്കിൽ പൂമ്പാറ്റകളൊക്കെ ഭയങ്കര കുറവല്ലേ. അപ്പോൾ ആ കറക്റ്റ് സമയത്ത് ഇങ്ങനെ വരുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ കയ്യഴിന് അവിടെ കറക്റ്റ് 10 മണിച്ചെടീൻ്റെ പൂവാണ്. അതപ്പം മാത്രമേ വരികയുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ നമ്മൾ അതിസാഹസികമായി നമ്മളെ പണിയൊക്കെ കഴിഞ്ഞേക്കാണ്. ഇന്ന് അമ്മയും ആരും വീട്ടിലില്ല. അനിയനാണെങ്കിൽ ട്യൂഷൻ പോയിരിക്കുകയാണ്. ഞാൻ ഉച്ചയാവും വരും. അപ്പോഴത്തേന് ഞാൻ പോകും. എനിവേ ഇപ്പോൾ ഒരു 10:30 ആയിട്ടുണ്ട്. നമുക്കൊരു 12 മണിക്കെങ്കിലും ബസ് സ്റ്റോപ്പിൽ എത്തണം. എന്നാലാണ് 1:30 മുമ്പ് നമ്മൾ പാലക്കാട് എത്തുള്ളൂ. സോ നമുക്ക് പോയി കുളിച്ച് ഡ്രസ് മാറ്റിയിട്ട് പണി കഴിഞ്ഞ് വരികയാണ്. എന്തിനു 10 മണിക്ക് ഫുഡ് കൊണ്ടേക്കൂടെ? എന്താ കൊണ്ടുവന്നില്ല? നിങ്ങളെ കൊണ്ടുപോയായിരുന്നില്ലേ? എന്തിനു പിന്നെയും വന്ന്? ചെടികളുണ്ടോ അവിടെ? കാണിച്ചാ കണ്ടോ? എന്റെ ചെടികൾ കണ്ടോ? ഞാൻ കണ്ടു. നടക്ക് എന്റെ ചെടി കാണാം. വാ, എന്റെ ചെടി കണ്ടോ? എന്റെ ചെടി കണ്ടോ? ചെടി ഇങ്ങനെ അതോ അവര് തിക്കി വളരട്ടെ. നല്ല നിറയുണ്ടാവും. എവിടെ കൊണ്ടത് മാറി പറഞ്ഞില്ലേ? അതാ നോക്ക്. ആ വൈറ്റ് കളറ്. അപ്പൊ ഞാൻ കൊറേ ഉണ്ടായിരുന്നു അല്ലേ? അമ്മ മുടിയൊക്കെ നരച്ചമ്മ. അമ്മയ്ക്കും അമ്മയ്ക്കും വന്നിട്ട് അടുത്തായിരുന്നു കേട്ടോ പണി. അപ്പോൾ അതാണ് അവർ ഫുഡ് കൊണ്ടുപോകാണ്ട് വീട്ടിൽ വന്ന് കഴിക്കാൻ വന്നത്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സ് അങ്ങോട്ട് മാറ്റി ഗൈസ്. അപ്പോൾ അതിന് ശേഷം കുറച്ച് പറ്റിശയൊക്കെ കാണിച്ചു. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ഇറങ്ങി വീട്ടിൽ നിന്ന്. ഗായ്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 12 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഗൈസ്. അപ്പോൾ ഈ ചെരുപ്പിട്ടിട്ടാണെങ്കിൽ എനിക്ക് നടക്കാൻ മേല. എന്തൊരു സൗണ്ടാണെന്നറിയോ? അപ്പോൾ നമുക്കിനി 1 കിലോമീറ്ററാണ് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാനുള്ളത്. അവിടെ പോയിട്ട് എപ്പോഴും തന്നെ കേട്ടോ ഞാൻ എങ്ങടെയെങ്കിലുമൊക്കെ വേഗം എത്തണമെന്ന് പറഞ്ഞ് പോണ ദിവസങ്ങളിലൊക്കെ ബ്ലോക്ക് ആയിരിക്കും. അങ്ങനെ നമ്മൾ ഡ്രൈവറായിട്ട് സീനായും കൊണ്ട് കറക്റ്റ് ഒരു 1:27 എന്നെ അവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആ സമയത്തിന് തന്നെ കയറി കഴിഞ്ഞ ശേഷം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എവിടെയാണ് പോവുക, എന്താ ചെയ്യാന്നൊക്കെ അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ എക്സാം ഹാളിലൊക്കെ നമ്മൾ സാധാ പോണ പോലെ തന്നെ നമ്മളെ നമ്പർ നോക്കുക, റൂമിൽ പോയിട്ട് ഇരിക്കലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഇറങ്ങി വരുന്ന നമ്മൾ എല്ലാം കഴിഞ്ഞ് വന്ന സമയത്ത് നല്ല മഴയായിരുന്നു. അവിടെ നിന്നിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഫ്രണ്ട് വന്നു. then നമ്മൾ കൃഷ്ണാസിൽ പോയിട്ട് ഒരു ചിക്കൻ നൂഡിൽസ് കഴിച്ചു കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബംഗാളിയായിരുന്നു ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അയാൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചേട്ടൻ വന്നിട്ട്
എനിക്കത്ര പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ സ്റ്റുഡിയോ പോയി കഴിഞ്ഞ ശേഷം എനിക്കൊരു ലിപ്സ്റ്റിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ലിപ്സ്റ്റിക്ക് നോക്കി നമ്മൾ എടുത്തു. പിന്നെ അതേപോലെ തന്നെ അവിടെ സെയിൽ പോകുന്നുണ്ട്, അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ബില്ലിങ്ങിന് എത്രകാലം നേരം നിന്നറിയോ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ ഓണത്തിൻ്റെ പർച്ചേസിങ് ആയിട്ടുള്ള നമ്മളെ വള, മുല്ലപ്പൂ അതൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ നിറച്ച് വള ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് നമ്മളെ ഇത്രയേ ഉള്ളൂ. ബാക്കി നമ്മൾ ക്ലിപ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, സാധാ യൂഷ്വലായിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.